Hi friends, welcome back to 5's menu. ഇന്നൊരു റിച്ച് പ്ലം കേക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് പാത്രം റെഡിയാക്കണം. ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് പാത്രം റെഡിയാക്കാം. 1 കപ്പ് മൈദ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്, പിന്നെ 1/4 കപ്പ് പഞ്ചസാരയിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കാരാമൽ ചെയ്തതാണ്. അതൊരു 1/4 കപ്പ് ഉണ്ടാവും. പിന്നെ 1/4 കപ്പ് ഡേറ്റ്സ് അരച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, ഇത് ജാതിക്ക ഏലക്കായും പൊടിച്ചത് 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ വാനില എസൻസ്, 2 മുട്ടയും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും വേണം. അത് ബദാം, അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം, മുന്തിരി, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ചെറീസ്, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി നമുക്ക് മൈദ സീവ് ചെയ്യാം. ബേക്കിംഗ് പൗഡറും ഉപ്പും പിന്നെ പൊടിച്ച് വെച്ച ജാതിക്ക ഏലക്കപ്പൊടി ഉണ്ട്, അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി സീവ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അരിച്ചു വെച്ച മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്ത് ഇതിൽ നന്നായി മിക്സ് ആക്കി വെക്കാം. ഇത് നമ്മൾ ബാറ്ററിൽ ഇടുമ്പോൾ താഴ്ന്നു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് 2 മുട്ട എടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് എസൻസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നന്നായി ബീറ്റ് ചെയ്യാം, നല്ല ഫ്ലഫി ആവുന്നത് ബീറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഈത്തപ്പഴം അരച്ച പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബട്ടറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച കാരമലും കൂടി ഒഴിക്കാം. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അരിച്ചു വെച്ച മൈദയും കുറച്ച് ഓറഞ്ച് ജ്യൂസും, ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി വേണം. നേരത്തെ ഞാൻ പറയാൻ മറന്നുപോയിന്. അത് ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ കുറച്ച് ഓറഞ്ച്, 1 ടീസ്പൂണ് ഓറഞ്ചിൻ്റെ തൊലി ചിരണ്ടിയതും കൂടി, അതാണ് അതിൻ്റെ ഒരു നല്ല മണം. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് ആൽക്കഹോളൊന്നും ചേർക്കാതെയാണ്, അതിന് പകരമാണ് ഞാൻ ഓറഞ്ച് ജ്യൂസ് ചേർത്തത്. നിങ്ങൾക്ക് പകരം ഓറഞ്ചിന് പകരം ആൽക്കഹോൾ എന്തെങ്കിലും ചേർക്കാം. ഞാൻ നോൺ ആൽക്കഹോളിക് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിക്കാം. നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട്
180 ഡിഗ്രിയിൽ 45 മിനിറ്റ് ആണ് ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് അടുപ്പിൽ വേണമെങ്കിലും ചെയ്യാം. സാധാ നമ്മളൊരു പാനിൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം അടിയിലൊരു തവ വെച്ചിട്ട് ചെയ്യാം. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ഞാനൊരു ഗ്യാസിൽ ചെയ്യുന്ന ഇത് കേക്കുമായിട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെന്താണെന്ന് വെച്ചാൽ ഒരു ഫോയിലിൽ നന്നായി കവർ ചെയ്തിട്ട് ഒരു 2 ദിവസം അടച്ചു വെക്കണം. അപ്പം അത് ഒരു ദിവസത്തിൽ 3 പ്രാവശ്യമായിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒന്ന് ബ്രഷ് ചെയ്തോട് കൊടുക്കണം. അപ്പോഴാണ് അത് നല്ലൊരു മണമായിട്ട് വരുന്നത്. ഇത് ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാനാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.